ഇതെന്തിന്റെ കേടായിരുന്നു? വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നാണ്? എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഹലോ, എന്തേ ഇങ്ങനെ കരയണത്? എന്താണ്? അല്ല, കൂട്ടുകാരൻ വല്ലോണോ മരിച്ചത്? മരിച്ചാ? അല്ല, ഫോട്ടോ നോക്കിയിരുന്ന് കരയണ് കൂട്ടുകാരൻ. ഫോട്ടോ അല്ലേ ഇത്? ഇത് കണ്ണാടിയാണ്. ഞാൻ എന്നെ തന്നെ നോക്കി കരഞ്ഞാണ്. എൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ വേറെ ആരടുത്ത് പറയാനാണ്? നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അറിയാമോ, കല്യാണം കഴിച്ച ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുകയാണ്. പാത്രം കഴുകണം, മീൻ വെട്ടണം, തുണി അലക്കണം, വെള്ളം കോരണം, അങ്ങനെ എന്തെല്ലാം പണി. ഇതെല്ലാം പോട്ടെ, സംശയം. എന്റെ പൊന്നപ്പോ, ഇതേപോലൊരു സംശയ രോഗി വീട്ടിലൊരു പിച്ചക്കാരി വന്ന അവളെ എന്നെയും കൂടെ ചേർത്ത് വെച്ച് പറയും. ഞാൻ ഈ ഇടയ്ക്ക് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് തോട്ടി പോയപ്പോൾ ഒരു ഞണ്ട് എൻ്റെ കാലി കടിച്ച്. അപ്പൊ ഇവള് പറയാ, ഞണ്ട് ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, എടി അത് ഞണ്ടാണ് കടിച്ചതെന്ന് പറഞ്ഞപ്പം ഞണ്ട് കടിച്ചെങ്കിൽ അത് പെൺഞണ്ടായിരിക്കുമെന്ന്. അപ്പൊ ഞാൻ ഏതിരി നിങ്ങൾ അറിയുന്നത് ആരും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ട്? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഞാനിവിടെ കിടന്ന പിന്നെ ഇപ്പൊ കാണിച്ചാൽ ഇപ്പൊ കേൾപ്പിച്ചരാം. മീനേ, യാതൊരു വിലയില്ല, വിളിച്ചാൽ വരൂല. എന്റെ നമ്പർ ഉണ്ടാ കയ്യില്? ഉണ്ടാ? എന്റെ നമ്പറിലൊന്ന് വിളിക്കോ പ്ലീസ്. കണ്ട സംശയം, ഏതവളാ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായി. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. ഇവിടെ കുറെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾ ആരെല്ലാം കിടന്ന് വിളിക്കണം? നിനക്ക് എന്തിന്റെ കേടാണ്? എന്നെ അറിയാന്നുള്ള ഒരാളാണ് വിളിച്ചത്. അറിയണല്ലോ. ഹലോ, ആരേത്? അല്ല, ഞാൻ നസീർ സംക്രാന്തിയാണ്. നമ്മളാരാണ്? ഞാൻ മീനയാണ്. ഇത് എവിടെന്നാ വിളിക്കണ? ഞാന് നമ്മുടെ വീട്ടിൽ നിന്നാ. സുഖമായിട്ടിരിക്കണ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ എന്നെ സംശയിച്ചിട്ട് എന്താ കാണിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ അങ്ങ് തൊള്ളി കയറി പോവാന്നല്ലേ? നിന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിന് മൊത്തം കാരണം കേട്ടാ. അയ്യോ, എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? ലോകം മുഴുവനുമുള്ള പെണ്ണുങ്ങളായിട്ട് മുഴുവൻ ഇയാൾക്ക് ബന്ധമുണ്ട്. ആവശ്യമില്ലാതെ പറയല്ലേ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കുറെ പെണ്ണുങ്ങളായിട്ട് ഇറങ്ങാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അത് സ്കൂളിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ റീയൂണിയൻ കൂടിയതാണ്. ഇത് എന്തോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബെല്ലടിക്കുമ്പോ പോലും ക്ലാസ്സിൽ കയറേണ്ടത് നടന്നവരാണ്. എന്നിട്ട് പെണ്ണുങ്ങളായിട്ട് കറങ്ങാൻ പോയൊക്കെ വല്ല അറിവും ബോധമുള്ളവർ ഈ പരിപാടിക്ക് നിൽക്കുക. അറിവും ബോധത്തെ കുറിച്ച് നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. അതുകൊണ്ട് പറയല് കേട്ടോ. വലിയ അറിവുള്ള കുടുംബമാ. കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് ഇവൾ അച്ഛൻ, അയ്യോ മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. നേരെ വീട്ടിലോട്ട് വന്നിട്ട് നേരെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ നേരെ നമ്മളെ ബാത്റൂമിൽ കയറി അടച്ചതും ഒരു നിലവിളിയും ഒരു അലർച്ചയും. എന്റെ പൊന്നപ്പോ എന്ന് പറഞ്ഞാൽ ഓടിച്ചത് വാതിൽ ചവിട്ടി തുറന്നപ്പോ ഉടുത്തിരുന്ന മുണ്ടിനെ അഴിച്ച് യൂറോപ്യൻ ക്ലോസറ്റിൽ ഞാൻ ചുറ്റി വെച്ചിട്ട് ഇടിക്കുക. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞപ്പോ, വെള്ള പന്നി കയറി ഇരിക്കണം നീനകത്ത്. ഇപ്പതാ പിങ്കളാദേവൻ കൈ കെട്ടിത്തൂക്കി ഇട്ടോണ്ടിരിക്കും പോലെ ഇങ്ങനെ കൊണ്ട് നടക്കാണ്. തൃപ്തിയായ നീ അവന്റെ അറിവുമ്പോഴത്തെ കുറിച്ച് എന്റെ അടുത്ത് പറയരുത്. നിങ്ങൾ അതും പറഞ്ഞങ്ങനെ കൊച്ചാക്കാൻ നിൽക്കാനും വേണ്ട. നിങ്ങൾ ഭയങ്കര ചാറ്റിംഗ് ആണല്ലാണ്ട് പെണ്ണുങ്ങളായിട്ട്. ഞാൻ നിന്നെ മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ. നിനക്ക് മാത്രം. എനിക്ക് മാത്രം. നിനക്ക് മാത്രമേ. കള്ളത്തരം പറയല്ലേ ചേട്ടാ. എന്റെ പൊന്നു മീനെ, ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് അയക്കൂ. കള്ളത്തരമാണ് ഈ പറയണ. വാവച്ചിക്ക്, രേഷ്മക്ക്, ഗ്രീഷ്മക്ക്, ഈ 3 പെണ്ണുങ്ങളോട് നിങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്? ഇല്ലാന്ന്. ഞാൻ നിനക്ക് മാത്രമേ മെസ്സേജ് അയക്കൂ. തെളിവ് കാണിച്ചു. ഈ പറയണ 3 പെണ്ണുങ്ങളുടെ പേരിലും ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ട് ഇയാളോട് ചാറ്റ് ചെയ്യണം. ഞാൻ അറിയാം. അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ നിന്നെ മാത്രമേ ചാറ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെയാ നിങ്ങൾ ഇവളുമാരോട് ചാറ്റ് ചെയ്യുമ്പോ എന്നോട് ചാറ്റ് ചെയ്യണം? എങ്ങനെയാണ്? ഈ 3 പേരെ പേരിലും ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് എന്നെ മെസ്സേജ് ചെയ്യുന്ന ആരാ? ഞാൻ മെസ്സേജ് അയക്കണ കിട്ടുന്നതായിരിക്കാം എനിക്ക്. അതല്ലേ ഞാൻ പറഞ്ഞ ആദ്യമേ, ഞാൻ നിന്നെ മാത്രമേ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ കാര്യം ചെന്നൊരു ചായ എടുത്തോളാം. ഞാൻ പുറത്ത് പോയിട്ടെ ഞാൻ ഒരു കടി വാങ്ങിച്ചോണ്ടിരാം, കഴിക്കാം. ഇപ്പൊ കടി മേടിക്കാൻ പോണ്ട. കോളേജ് നേരം ഈ സമയമാകുമ്പോ നിങ്ങൾക്ക് ചായ കടി തിന്നാൻ തോന്നുന്നു. എനിക്ക് പോകുന്നില്ല. നീ ചായ എടുത്തോട്ടോ. ഞാൻ ചായ പോയിട്ടോ. എന്റെ പൊന്നുഗിരി, ഇതെന്തൊരവസ്ഥയാടാ. ഇതാരാ ഈ സമയത്ത്? അയ്യോ എന്റെ പൊന്നപ്പോ, ചഞ്ചൽ വിളിക്കുന്നേ. വിളങ്ങാനും വരുവോ? ഹലോ ചഞ്ചലേ, എടി ഈ സമയത്ത് വിളിക്കല്ലേ. പെണ്ണും പിള്ള വീട്ടിലുണ്ട്. ഞാൻ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്താ നീ ഞാനായിട്ടുള്ള ബന്ധം ഇനി ഇല്ല. നീ വെച്ചോ. കട്ട് ചെയ്തോ. ഉമ്മ തന്നാ കട്ട് ചെയ്യാന്ന്. ഉമ്മ, രണ്ടുമ്മേ. ഉമ്മ ഓക്കെ ഉമ്മ. ഓ എല്ലാം പറഞ്ഞോലോ ഉമ്മ. ഉമ്മ വെച്ചോ ഉമ്മ. ഓക്കെ ഉമ്മ. ഓക്കെ. അതെ, മലപ്പുറത്തുള്ള എന്റെ ഒരു കൂട്ടുകാരുണ്ട് ബഷീർ. അവന്റെ ഉമ്മയാ. നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അവന്റെ അച്ഛൻ 2 കെട്ടി, അതാണ് 2 ഉമ്മ.
ചേട്ടാ എവിടെ എവിടെ ഞാൻ നോക്കട്ടെ ബഷീർ. എടി അച്ഛാ, ഏ? delete ചെയ്ത്. അത് അപ്പൊ തന്നെ delete അത് ചെയ്ത്. നെറ്റ് കോളായിരുന്നു, നെറ്റ് കോള്. നൈറ്റ് കോൾ ഉണ്ട്. യ്യോ. ഞാൻ ഉറങ്ങണേന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നൈറ്റ് കോൾ ചെയ്യണൊക്കെ എനിക്കറിയാം ചേട്ടാ. ഇല്ലാന്ന്. നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ല, ഒന്ന് പോയോ അവിടുന്ന്. എന്നാ പിന്നെ നീ ഈ ഫോൺ നിന്റെ കയ്യിൽ വെച്ചാൽ അല്ല ആ, എന്നാ ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. ആഹാ. എനിക്ക് ഇവിടെ അടുക്കളയിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. അല്ല പിന്നെ എവിടെ കൊണ്ട് വിളിച്ചു? എവിടെ കൊണ്ട് എടി, ഫോൺ നിന്റെ കയ്യിലിരിക്കുന്നു, നിന്റെ കയ്യിലിരിക്കുന്നു ഫോൺ നിന്റെ കയ്യിൽ. ഹലോ ഹലോ, ആരാണ് നീ? ആരാണ് നീ? അയ്യോ തൊണ്ടയിൽ കിച്ച് കിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഫീമെയിൽ വോയിസ് ആയത് പോയിട്ടോ. ഗിരിയുടെ വീടല്ലേ? അതെ, ഇത് ഗിരിയുടെ ഒന്ന് കൊടുത്തു. ഞാൻ തന്നെ പറഞ്ഞോളൂ. ആരാണ്? ഇങ്ങോട്ടൊന്നും പറയണ്ട. ആ. അതായത് ആ. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കിഡ്നാപ്പറാണ് സുശീലൻ. ആ പറ സുശീല. നിങ്ങളുടെ മകനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ 1,00,000 രൂപ എന്താ തിരിച്ചു കൊണ്ടാക്കാം. അയ്യോ ഞാൻ നോക്കണി. അയ്യോ എന്റെ മോനെ ആരോ തട്ടിക്കൊണ്ടുപോയേ. ചേട്ടാ, ഏ? നമ്മുടെ കൊച്ചി തൊട്ടി കിടന്നുറങ്ങണ്ടല്ലോ. ആണോ? ആ അല്ല, നമുക്ക് മോനല്ലല്ലോ, മോളല്ലേ? അതാണ് ഞാനും ആലോചിക്കുന്നത്. പിന്നെ ഇതാരാ? പിന്നെ ഇത് ഏത് കൊച്ചു? ഏത് കൊച്ചേ? ആഹാ, അപ്പൊ നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടായാലും ഒരു മോനുണ്ടല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ നീനെ. നീ ചുമ്മാ പോടി. ചതിക്കണായിരുന്നു പോണത്. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന്. എന്റെ പൊന്നെ എടാഗിരി, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നാടാ. ആരായിരിക്കും ഒന്ന് വിളിച്ചു നോക്കാം. ഈ നമ്പറിൽ തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ. ഇപ്പൊ ഇങ്ങോട്ട് കിഡ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ ഉണ്ടായിരുന്നല്ലോ. അയ്യോ സോറി, നമ്പർ മാറിപ്പോയതാണേ. എടാ പട്ടി, നീ ഈ നമ്പർ മാറി വിളിച്ച കാരണം എന്റെ കുടുംബം ഇവിടെ തൊലഞ്ഞ് അവള് പിണങ്ങി പോവാൻ നിൽക്കുക. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിന്റെ പേരെഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എനിക്കാണെങ്കിൽ അങ്ങോട്ട് വന്നാൽ ചില്ലറ വല്ലതും തരുവോ? ചില്ലിടേ, എന്റെ കുടുംബമാണ് എനിക്ക് വരുന്നത്. നിനക്ക് ഞാനൊരു 10,000 രൂപ തരാം. നീ വാ. 10,000 തരുന്ന ഉറപ്പാണോ? തരുവന്ന്. 10,000 രൂപ കുറവാണ്. കുറയ്ക്കണോ? അല്ല കുറയ്ക്കണ്ട, 10,000 രൂപ ഫിക്സ്. ആ അതാ വാ. ഷോ, പണികളെല്ലാം ഏതെല്ലാം വഴിയടാ ഗിരി നിനക്ക് വന്ന് കേറുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹലോ. ഹലോ, മനസ്സിലായി കാണും. മാജിക്കാരനാണോ? രാജക്കാരനോ? ഒരു കിഡ്നാപ്പറെ നോക്കിടി. ഐ ആം കിഡ്നാപ്പർ, ട്രാജഡി കിഡ്നാപ്പർ. ട്രാജഡിയാ? ആ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയാ ട്രാജഡി കിഡ്നാപ്പർ. എന്നാ പിന്നെ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞ കേക്കട്ടെ. പിന്നെ കണ്ണി കണ്ടവന്റെ അടുത്തൊക്കെ സങ്കടം പറയാൻ നിൽക്കൂലേ. വെടിവെക്കല്ലേ വെടിവെക്കല്ലേ എന്നെ വെടിവെക്കല്ലേ. ഉണ്ടയില്ലാത്ത തോക്കിന്ന് എങ്ങനെ വെടിവെക്കും? ഇല്ലേ? അതല്ലേ പറഞ്ഞ ട്രാജഡി കിഡ്നാപ്പർ. ഈ ഉണ്ടയില്ലായ്മ ഒരു ട്രാജഡിയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ട്രാജഡി ഇത് നിങ്ങൾ ഇവിടെ ഈ ഫോൺ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കൊട്ടേച്ചോട്ട് അവള് പിണങ്ങി പോവാൻ നിൽക്കുകയാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. തീരുമാനം ഉണ്ടാക്കാൻ പെണ്ണുപിള്ളെ വിളിക്കൂ. നിങ്ങൾക്ക് അറിയത്തില്ല, അവൾക്ക് ഭയങ്കര സംശയമാണ്. സംശയമുണ്ടോ? ഓ. യോ സംശയം ഇപ്പൊ പല കുടുംബത്തിലുണ്ട്. ആ. ഈ സംശയം എന്ന് വെച്ചാ സ്ലോ പോയിസൺ ആണ്. അവന്മാരാണ് ഇതിന്റെ പിന്നില്. ആര്? ഹോൾസനും ബാസി. സ്ലോ പോയിസൺ അതെന്താ? എന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ അയ്യോ തെറ്റിക്കില്ലേ, കുടുംബത്ത് ഞ്ഞിഞ്ചിഞ്ചിഞ്ചായി കുടുംബം നശിക്കും. ഓ അതാണാ പറഞ്ഞു. ആ, അതല്ലേ പറഞ്ഞത്. അങ്ങനെ അല്ലടേ. ആ. ഇവള് രാവിലെ ശാന്തയും വൈകുന്നേരം കോപക്കാരിയാണ്. കിരിയട്ടൻ അറിയുവോ? എന്തോന്ന്? രാവിലെ ശാന്തയുടെ കൂടെയും വൈകുന്നേരം ഏതോ ഗോവക്കാരിയുടെ കൂടെയും. എടാ അവള് രാവിലെ ശാന്ത സ്വഭാവം, വൈകുന്നേരം കോപമാണ്. ദേഷ്യം ദേഷ്യം മാത്രമല്ല വാശിയും കൂടെ ഉണ്ട്. വാശിയുണ്ടോ? ഭയങ്കര വാശിയാ. എന്ത് വാശിയാണ്? ഞാനും ഇവളും കൂടി ബെഡ്റൂമിൽ കട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. നമ്മളെ കുഞ്ഞ് ഇടയിൽ വന്ന് കയറി കിടന്നു. ഇവളീ വാശിക്ക് 4 ദിവസമാണ് ആ കൊച്ചിന്റെ തൊട്ടിൽ കയറി കിടന്നത്. ദൈവമേ, അത്രയ്ക്ക് വാശിയല്ലേ? ആണോ? പിന്നെ വിളി. പെണ്ണും പിള്ളേ അങ്ങനെ വിളിച്ച വരത്തില്ല. അവള് ഞാൻ പറഞ്ഞല്ലോ. ആ. എന്റെ നമ്പർ കയ്യിലുണ്ടോ? പിന്നെ ആ നമ്പറിലല്ലേ വിളിച്ചത്? ഒന്ന് വിളിച്ചു നോക്ക്. ഒരു മിനിറ്റ്. വിളി. കാണാം. ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങള് സുശീല. ഏതാണ് നീ? ആരാണ് സുശീല നീ? ഇതാണ് സുശീല. സുശീല അല്ല, സുശീൽ കുമാർ. ഇതാരാണ്? ഇതാണ് നേരത്തെ വിളിച്ചത് പുള്ളി. ഹലോ 10,000 പറഞ്ഞു. ഏതാണ് ബാബു? പടത്തിന് മേല് ഞാനൊരു കുതിരയെ പോലെ പായും. ബാബുവിനെ ഫിഗർ ചെയ്യാൻ പറഞ്ഞു. ആ കുതിരയെ ഞാൻ ഈ കാലം അടിച്ചോടിച്ച് ഇന്ന് കളയും. നീ ഇതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് എന്റെ കുടുംബം. പെങ്ങളെ, ഞാൻ നമ്പര് മാറി വിളിച്ചതാണ്. അങ്ങനെ വന്ന ഈ സഹോദരൻ ഒരു പാവമാണ്. ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ പറഞ്ഞാണ്, ഇയാളെ അല്ല ആണെന്ന്. സത്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ഈ പുള്ളിക്ക് നമ്പർ മാറി ഇവിടെ കോൾ വന്നതാണ്. നാമം പിടിച്ചവനാണ് നിങ്ങൾ. അത് ഇവിടത്തെ കൊച്ചല്ല, നിങ്ങൾ സ്നേഹിക്കൂ. അതെ ചേട്ടാ തെറ്റിപ്പോയി. അയ്യോ
എന്നാലും അല്ല പിന്നെ അത് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് കൊച്ചെന്ന് പറഞ്ഞ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ആ സ്കൂളിന്റെ അവിടെ ഇല്ലേ ആ. അവിടുത്തെ ഒരു കുട്ടിയാണ് ഞാൻ തട്ടിക്കൊണ്ടുപോയത്. അതെ സ്കൂൾ സ്കൂളിന്റെ അവിടുത്തെ ഏത് വീട്ടിലെ കൊച്ചി അവിടെ ഒരു 2 നില വീടുണ്ടല്ലോ ആ പനേരക്കട താഴെ ആ വീട്ടിലെ കൊച്ച്. ആഹാ. അപ്പൊ ചഞ്ചലിന്റെ കൊച്ചി ചഞ്ചലിന്റെ കൊച്ചി ചഞ്ചലാരെന്നറിയാമോ ഇയാളെ കൂടി സ്കൂളിൽ പഠിച്ചാണ് 10ാം ക്ലാസ് വരെ പൊരിഞ്ഞ പ്രേമൊന്നും നടന്നില്ല. വെറുതെ അല്ല ഇവൻ നിങ്ങളുടെ നമ്പറും എടുത്ത് നിങ്ങളുടെ ഗിരി എന്നുള്ള പേരും പറഞ്ഞ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി. ഇല്ലടി. എന്നാലും ചേട്ടാ നിങ്ങൾ ഈ ചതി എന്നോട് ചെയ്യാൻ പാടില്ല. എനിക്ക് മതിയായി ജീവിതത്തിൽ. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഇത് KTV ആണ്, നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം. ഇങ്ങോട്ട് വന്നേ. ഗിരിയേട്ടന്റെ സെറ്റപ്പ് ഇവിടെ ഏതാണ് ചഞ്ചൽ? എടാ നീ എന്റെ കുടുംബം തൊലയ്ക്കാൻ വന്നതാണ്. എന്താണ്? എടാ നീ ഇതൊരു ചെറിയൊരു വാക്കിൽ തീർക്കാനുള്ളത് ഇപ്പൊ ഡിവോഴ്സിൽ കൊണ്ടുവച്ചല്ലടാ നീ. 10,000 രൂപ ഞാൻ മാറ്റി പറഞ്ഞില്ലേ? 10,000. എടാ ഇതിനെ എങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ? വിളിക്കൂ, പെണ്ണുമ്പളെ വിളിക്കൂ. ദൈവമേ വിളിക്കൂ. ഇതേ വഴിയുള്ളൂ, വേറെ വരൂല. വാ പറഞ്ഞ ഇപ്പൊ തുടങ്ങും. ഹലോ ആരാടി നീ? സുശീൽ കുമാർ. കട്ടി ഇവനാണ് ചെയ്യുവാനാണ്. വിളിച്ചെന്ന്. നിന്നെ ഇങ്ങോട്ട് വരും. എന്താണ് ചെറുക്കോ നിനക്ക് എന്താണ്? അയ്യോ ഇല്ലല്ലേ, ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയട്ടെ. അതായത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞപ്പോ തിക്കട വിട്ടുപോയത് സ്കൂളിന്റെ അവിടത്തെ ഞാൻ കള്ളം പറഞ്ഞതല്ലേ? സത്യം പറഞ്ഞ ഞാൻ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത് കോട്ടയത്ത് ഒരു കൊച്ചിനെയാ ഞാൻ തട്ടിക്കൊണ്ട് വന്നത്. ആണല്ലേ? ഈ മനുഷ്യൻ പാവം 10,000 രൂപ. സത്യം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ചേട്ടാ. നിന്റെ സംശയമാണ് ഇതിന് മൊത്തം കാരണം കേട്ടോ. ആ, ഇയാളെ കോട്ടയത്ത് ഒരു ചായക്കട എപ്പോഴും പഠിക്കുമോ? ഇയാൾക്ക് അവിടുത്തെ സെറ്റപ്പ് ആണ്. ഇയാൾക്ക് കോട്ടയത്ത് ചെന്ന കൊച്ചാളെ വേറെ പെണ്ണില് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ നീ തട്ടിക്കൊണ്ടുപോയി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി ഞാൻ കാണിച്ചു തരാം. എന്തത്? താണ്ടി ഇതാണ് ഫോട്ടോ. അയ്യോ അതേ കണ്ണ് അതുപോലത്തെ മൂക്ക് ഈ പല്ലിന്റെ വീട് വരണ്ട്. അപ്പൊ ഇത് ഇയാക്കടെ കൊച്ചന്നെ. അതാണ് കോട്ടയത്തെ കൊച്ചപ്പ്. കറക്റ്റായി ഞാൻ പറഞ്ഞു. എനിക്ക് മതിയായി, എനിക്ക് മടുത്ത്. ഞാൻ എന്റെ തുണിയൊക്കെ എടുത്ത് ഞാൻ പോകും. ഗിരിയേട്ടൻ എന്താ ഗിരിയേട്ടന്റെ സെറ്റപ്പ്? എന്ത് സെറ്റപ്പ്? കോട്ടയത്ത് എന്താണ് ഗിരിയേട്ട സെറ്റപ്പ്? കോട്ടയത്ത് നിന്റെ എടാ എന്റെ വായിരിക്കണ കേക്കരുത്. ഇത് എന്താണ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്? ഇതിപ്പോ കുരുവായല്ലേ? കാറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ? അവളിപ്പോ ചാവോന്നും പറഞ്ഞു പോയി. നിനക്കറിയാവോ? ഒന്നുകൂടി വിളിക്കാം. വിളി 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 അല്ലെങ്കിൽ അത് വിളിച്ചിട്ട് വാ. ആഹാ. ഞാൻ പോയി പഠിത്തോളം വിളിച്ചാ. ഹലോ എടി, ഓയ്. ആരെടി? വീണ്ടും സുശീൽ. എന്താടാ? എടി ഇതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാക്കി ക്ലിയർ ചെയ്തിട്ട് നീ പോയാ ഇത് വിളിക്കൂ, ഞാൻ പറയാം. ഇങ്ങോട്ട് വരൂ. എന്താണെന്ന്? സഹോദരി 3 തവണ തെറ്റിയതാണ്. കോട്ടയത്തല്ല, മദ്രാസിലൊരു കൊച്ചിനെയാണ് തട്ടിക്കൊണ്ട് വരുന്നത്. ഇയാള് പാവം. പിന്നെ നീ വന്നേ. ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? ഇതെവിടുത്തെ കൊച്ചെന്ന് പറഞ്ഞു? മദ്രാസ്. മദ്രാസ്. നീ വാ, മാറിയില്ലേ? എന്താ ഏട്ടാ? എടി ഇതെന്റെ കൊച്ചല്ല, ഇതെന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ എവിടെന്നോ ഒപ്പിച്ചും കൊണ്ട് ഇവൻ വന്നിരിക്കുക. അതെങ്ങനെ? ഇത് നോക്കി നോക്കിയേ, ഇതെന്റെ കൊച്ചല്ല, ഇത് എന്റെ ചെറുതിലല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള ഫോട്ടോയാണ്. അതല്ലാതെ ഇവൻ പറയും പോലെ അങ്ങനെ ഒരു സംഭവമില്ല. നീ എവിടത്തെ കിഡ്നാപ്പറാണ്? നീ ഇതൊന്ന് ക്ലിയർ ചെയ്യടാ. ഇത് ഞാനല്ലെന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം. ചേട്ടന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ നിനക്ക് എവിടെ കിട്ടി? എനിക്ക് ഞാൻ വാട്സാപ്പിലെ പ്രൊഫൈൽ ഇല്ലേ, അത് AI-ലിട്ട് ചെറുതാക്കിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ ഉടായ്പകൾ കള്ളത്തരം കാണിച്ചാൻ ദൈവം എന്ന് ചേട്ടന് പാവം. ഞാൻ സംശയിച്ചു ഇപ്പോഴെങ്കിലും നിനക്ക് ഏകദേശം മനസ്സിലായല്ലോ. നീ ആരെന്നാ പറഞ്ഞത്? കിഡ്നാപ്പർ. നീ കിഡ്നാപ്പർ അല്ല, വെറും ക്നാപ്പർ.